എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ ദിവസവും നിർമ്മാണ വസ്തുക്കളുടെ വിലകളെല്ലാം കയറിക്കൊണ്ടിരിക്കുക. സിമൻറ്റിന് ആവശ്യക്കാർ കുറയുമ്പോൾ കുറച്ച് വില കുറയും. സിമൻറ്റിൻ്റെ മാർക്കറ്റ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് കമ്പിയുടെ വിലയും കുറയും. പക്ഷേ മറ്റ് സാധനങ്ങൾ ഏറ്റവും കൂടുതൽ വില കയറും. പ്രത്യേകിച്ച് ഈ പ്ലംബിങ്ങിൻ്റെ ഫിറ്റിങ്സുകൾ, വിജാഗിരി, കുറ്റിക്കൊളുത്ത്, സ്ക്രൂവ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പെട്ടെന്ന് ആരും പോയി വില ചോദിക്കാത്തതുകൊണ്ട് ഇപ്പം വീട് പണിയുന്നവർ ആദ്യം ചോദിക്കുന്നത് സിമൻറ്റിന് എന്നാ വിലയുണ്ട്, കമ്പിക്ക് എന്നാ വിലയുണ്ടെന്ന് ചോദിക്കുള്ളൂ. കൂടി വന്നാൽ കട്ടയ്ക്ക് എന്നാ വിലയുണ്ടെന്നോട് ചോദിക്കുമായിരിക്കും. പക്ഷേ അതിനൊക്കെ വില സ്വാഭാവികമായിട്ട് ഇച്ചിരി കൂടുകയും കുറയുകയൊക്കെ ചെയ്താലും ഒരിക്കലും ഉടമസ്ഥൻ അറിയാൻ മേലാത്തതായ സാധനങ്ങൾ, ഒത്തിരി സാധനങ്ങൾ ഭയങ്കരമായ വിലയുള്ളതുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഈ സാധനങ്ങൾക്ക് ഇങ്ങനെ വില കയറുകയും നിർമ്മാണത്തിന് റേറ്റ് എന്തുകൊണ്ട് കുറയുകയും ചെയ്യുന്നു എന്ന് നമ്മളൊന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയുന്നതിനേക്കാളും താഴ്ന്ന തുകയ്ക്ക് ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നോക്കുമ്പം 1800 രൂപ, 1850 രൂപയ്ക്ക് പണിത് കൊടുക്കും. പണിത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് 1,00,000 രൂപയുടെ ഫർണിച്ചറും കൂടെ ഫ്രീ ആയിട്ട് സമ്മാനമായിട്ട് കൊടുക്കും എന്നൊക്കെ പറയുമ്പം അതിൻ്റെ പുറകിലുള്ള കണക്കുകൾ എങ്ങനെയാണെന്ന് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന പലരോടും ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് അറിയത്തില്ല, ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ റേറ്റ് കുറയുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ റേറ്റ് ഇടുന്നവർക്കൊന്നും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിട്ടൊന്നും റേറ്റ് ഇടുന്നതല്ല. കാരണം അവർ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എവിടെയെങ്കിലുമൊക്കെ കയറി നോക്കുമ്പം 1800, 1850 എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നാൽ പിന്നെ 1800 ഇരിക്കട്ടെ എന്നും പറഞ്ഞും ഒരു 2 റേറ്റും കിട്ടും. എന്നിട്ട് കൊടുക്കുന്ന ഫോട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡീസൻറ്റ് വർക്കുകൾ ഏതെങ്കിലും ലീഡിങ് ആർക്കിടെക്റ്റുമാർ എവിടെയെങ്കിലുമൊക്കെ ചെയ്ത നല്ല കൊള്ളാവുന്ന വീടുകളുടെ ഫോട്ടോ എടുത്ത് അങ്ങ് ഇടുകയും ചെയ്യും. ഇത് കാണുന്നവർ, ലോകം മുഴുവൻ ഇടുന്നത് കാണുന്ന ആളുകൾ ഓർക്കും, അമ്പടാ ഈ ഇത്ര ഉള്ള വീട് ഇത്ര രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റിന് അല്ലെങ്കിൽ ഇന്ന സ്ക്വയർ ഫീറ്റിന് തീരുമല്ലോ എന്നൊക്കെ ചിന്തിക്കും. എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് വലിയ നിശ്ചയമില്ലാത്തവർ, സാങ്കേതിക വിദ്യയ്ക്കകത്ത് പരിചയമുള്ളവരുടെയാണ് ഒരു സാഹചര്യം. ഇത് വലിയ നിശ്ചയമില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പണിയുന്നവർക്കും വലിയ നിശ്ചയമില്ല, ഇത് കണ്ടിട്ട് ഇത് പണിയിപ്പിക്കുന്നവർക്കും വലിയ നിശ്ചയമില്ല. 2 കൂട്ടർക്കും നിശ്ചയമില്ലാത്തത് കൊണ്ട് ഇത് ചെല്ലുന്നിടത്ത് ചെല്ലും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പിന്നെ രണ്ടാമത്തെ ഒരു റേറ്റ് കുറയുന്നതിൻ്റെ ഒരു കാര്യം, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് കളിപ്പിക്കാൻ വേണ്ടി റേറ്റ് കുറച്ചിടുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് കളിപ്പിക്കാൻ വേണ്ടി തന്നെ റേറ്റ് കുറച്ചിടുക. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത്, നാളെ ഇതിൻ്റെ കെയർ ഓഫ് വേറെ വല്ല പണിയും കിട്ടിയാൽ മുതലാക്കാം എന്ന ഉദ്ദേശത്തിൽ റേറ്റ് കുറച്ചിടുന്നവരുണ്ട്. നാളെ ഇതിൻ്റെ കെയർ ഓഫ് വേറെ വല്ല പണിയും കിട്ടിയാൽ. അപ്പോൾ ഈ 2 കൂട്ടരും ഏതാണ്ട് ഒരേ കാറ്റഗറിക്കാർ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവർ 2 പേരും എല്ലാ കാലത്തും കോൺട്രാക്ടർമാരുടെ ഇടയ്ക്കുള്ള ഒരു വിഭാഗമാണ്. എല്ലാ കാലത്തും ഇങ്ങനെ 2 കൂട്ടരെ, അതായത് മനഃപൂർവ്വം കളിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വിഭാഗവും നാളെ മറ്റ് പണികൾ കിട്ടിയാൽ മുതലാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗവും ഇതിനകത്തുണ്ട്. ഇതുകൊണ്ടൊരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ഒന്നാമത് ഇത് ഒരുമാതിരിപ്പെട്ട നല്ല കോൺട്രാക്ടർമാരുടെ എല്ലാം പേര് കളയും. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് അവസരം വേറെ എവിടെയെങ്കിലും നല്ല സാഹചര്യങ്ങൾ ഒത്തുവരികയാണെങ്കിൽ ഇവർ ഈ പണിയിട്ട് ഉഴപ്പുകയും ചെയ്യും. അവരിട്ട് ഉഴപ്പി തല്ലി അവസാനം വീട്ടുകാരൻ എന്നതെങ്കിലും കാണിച്ച് തുടങ്ങി വെച്ച് പോയാൽ പിന്നെ സഹിക്കുക എന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഈ അടുത്ത കാലത്ത് അങ്ങനെ അറിയാം. ഞാൻ ഈയിടെ എന്നെ വിളിച്ച ഒരാൾ പോയി നോക്കിയപ്പോൾ അത് 5 വർഷമായി പണി തുടങ്ങിയിട്ട്. 5 വർഷം മുമ്പ് 900 രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റിന് തീർത്ത് കൊടുക്കാം എന്നും പറഞ്ഞ് തുടങ്ങിയ വീടാണ്. അവസാനം അത് കേസൊക്കെ തീർന്നത്. കേസൊക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. ഉടമസ്ഥൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ഇവിടെ നിർത്തിക്കോ. അവസാനം അയാളെ ആ കോൺട്രാക്ടറെ അവിടെ വെച്ച് പറഞ്ഞു വിട്ടു. നോക്കുമ്പോൾ കോൺട്രാക്ടർക്ക് ലാഭം, മേടിക്കാമത്തോളം മേടിച്ചെടുത്തു. ഇനി ഒരു 4ാമത്തെ വിഭാഗം എന്ന് പറയുന്നത്, ഈ സ്ട്രക്ചർ മാത്രം ചെയ്തിട്ട് ബാക്കി വിട്ട് കളയാം എന്ന ഉദ്ദേശത്തിൽ റേറ്റ് പറയുന്നവരാണ്. എന്നാ റേറ്റാണ്? 1850 രൂപ. അതിനകത്ത് എത്രയാണ്? 1200 രൂപയ്ക്ക് സ്ട്രക്ചർ. ശരി, എവിടം വരെ ചെയ്യും? ഞങ്ങൾ തേപ്പും തറവാർപ്പും വരെ ചെയ്യും. ബാക്കിയുള്ള പണികളോ? ബാക്കിയുള്ള പണികൾ പിന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സ്ട്രക്ചർ വരെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ കൂടുതൽ കോൺട്രാക്ടർമാരും ഈ വിത്ത് മെറ്റീരിയൽ ചെയ്യുന്ന കൂടുതൽ കോൺട്രാക്ടർമാരും അങ്ങനെയുള്ളവരാണ്. എന്നിട്ട് അങ്ങനെ പോകുന്ന ഒരു വിഭാഗം. പിന്നീട് വേറൊരു വിഭാഗം ഉള്ളവർ, അവർ ഇപ്പോൾ ആദ്യമേ റേറ്റ് പറയുമ്പോൾ ഒരു 1800, 1850 രൂപ പറയും. എന്നിട്ട് പറഞ്ഞിട്ട് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ വ്യത്യാസമുണ്ട്, ഇവിടെ വ്യത്യാസമുണ്ട്, അങ്ങനെ വരും, ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞ് പിന്നെ തർക്കങ്ങൾ പറയും. തർക്കങ്ങളല്ല, അവർ പറയും പിന്നെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ അവരുടെ എഗ്രിമെൻറ്റിനകത്ത് അതിനുള്ള ലൂപ്പ് ഹോൾസ് മുഴുവൻ അവരിട്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ഇത്രയേ വർക്കുള്ളൂ, ബാക്കി ഇത്രയ്ക്ക് എക്സ്ട്രാ വരും,
ബെൽറ്റിന് ഇന്ന വീതിയേ കാണുകയുള്ളൂ, ഇത്ര കനവേ കാണുകയുള്ളൂ, ബാക്കിക്ക് എക്സ്ട്രാ വരും. ബെൽറ്റിന് 2 പ്ലെയിൻ കമ്പിയും പീസും ഇടുകയുള്ളൂ. റിങ് കെട്ടി വാർക്കണമെങ്കിൽ എക്സ്ട്രാ വേറെ വരും. പ്ലിന്തിന് ബെൽറ്റ് ഇല്ലാതെ ഇടണമെങ്കിൽ വേറെ വരും. അതിന് ഇതിങ്ങനെ, ഇതിങ്ങനെ എന്ന് പറഞ്ഞ നെടുനീളം അഡീഷണൽ ഐറ്റംസ് എഴുതി ചേർക്കാൻ പറ്റുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ആ എഗ്രിമെൻറ്റിനകത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഉടമസ്ഥന്മാരെ സംബന്ധിച്ച് അവർക്കിതൊന്നും മനസ്സിലാകുമൊന്നുമില്ല. അവർക്കൊരിക്കലും അത് മനസ്സിലാകില്ല. പിന്നെ വേറൊരു വിഭാഗമുള്ളത് പറ്റാവുന്നിടം വരെ ചെയ്യുക, പറ്റുകയില്ലാത്തപ്പോൾ ഇട്ടിട്ട് പോവുക. ഇപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ പലരോടും ചോദിക്കുമ്പോൾ പലരും പറയുന്നത് ഇത് ചെയ്യാവുന്നത്തോളം പോകും, ബാക്കി ഉടമസ്ഥൻ കൂട്ടി തന്നാൽ ചെയ്യും, ഇല്ല ഇട്ടിട്ട് പോകുമെന്നാണ് പറയുന്നത്. ഞാൻ പലരോടും ചോദിച്ചു, നിങ്ങൾ ഈ റേറ്റിന് എങ്ങനെ ഇത് മുതലാക്കും, എങ്ങനെ ഇത് ചെയ്യും? അവർ പറഞ്ഞ് പറ്റാവുന്നത്തോളം പറ്റും. അത് കഴിയുമ്പോൾ അവരോട് പറയും, ഇത് ഇത്ര നിങ്ങൾ കണ്ടല്ലോ, ഇവിടം വരെ വന്നില്ലേ, ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പരിഹരിച്ച് തന്നാൽ പറ്റും. അവസാനമൊക്കെ ആയിക്കുമ്പോൾ ഉടമസ്ഥൻ നോക്കി കഴിയുമ്പോൾ ഇത് ചെയ്തതിൻ്റെ ബാക്കി ഇനി വേറൊരാൾക്ക് കൊടുത്താൽ പറ്റുകയല്ല. ഒന്നെങ്കിൽ ഉടമസ്ഥൻ അവനുമായിട്ട് പണങ്ങും, എന്നിട്ട് തന്നെ ബാക്കി ചെയ്യും. അല്ലെങ്കിൽ പിന്നെ അയാൾ ബാക്കിയും കൂടി അങ്ങ് അനുവദിച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിലും അത് തുടക്കത്തിലേ അറിയാവുന്നവർ അതിനനുസരിച്ച് കയറി പറയും. പിന്നെ ഏറ്റവും അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും കളത്ത് നിൽക്കണം, നിലവിൽ പണി കുറവാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. എങ്ങനെയെങ്കിലും കളത്ത് നിൽക്കാൻ വേണ്ടി നിലവിലിപ്പോൾ തൽക്കാലം നിന്നാലേ പണി കിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ട് ഒരു പണി. അതിനകത്തൊക്കെ ഒരു അപകടം എന്നാന്ന് ചോദിച്ചാൽ അവരങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർക്ക് എവിടെയെങ്കിലും കൊള്ളാവുന്ന 1-2 പണികൾ കിട്ടിയാൽ അവരത് അതിൻ്റെ പുറകെ പോകും. ഇത് പിന്നെ വിളിച്ചാലും വരികയില്ല. ഞാൻ പറഞ്ഞില്ലേ 1000 സ്ക്വയർ ഫീറ്റുള്ള വീട് 5 വർഷം വരെ നീണ്ടുപോയിട്ട് തീരാതെ കിടന്ന ചരിത്രങ്ങളൊക്കെ എനിക്കറിയാം. ഇപ്പോഴും തീർന്നിട്ടൊന്നുമില്ല വീട്. ഞാനതിനകത്തൊന്ന് മധ്യസ്ഥനായിട്ട് ഇടപെട്ടതാണ്. ഇതിനെല്ലാം പുറത്ത് ഈ ലേബർ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം ഇപ്പോൾ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 250 രൂപ മുതൽ 350 രൂപ വരെ സ്ക്വയർ ഫീറ്റിന് പിടിക്കുക. സ്ക്വയർ ഫീറ്റിന് 250 രൂപ മുതൽ 350 രൂപ വരെ. അതിന് ലേബർ മാത്രമേ ഉള്ളൂ. അത് 350 രൂപ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ ഉടമസ്ഥൻ വിളിച്ച് ചോദിക്കും, അത് നിങ്ങളുടെ പണിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇച്ചിരി റേറ്റ് കുറച്ച് തരാമെങ്കിൽ. അങ്ങനെ ചിലപ്പോൾ കുറച്ച് ചിലപ്പോൾ 250 രൂപ വരെയൊക്കെ ആക്കും എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ട്രിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയുള്ളവർക്ക് ആകെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ റേറ്റ് ചുമ്മാ പറയുക, പണി പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരുദ്ദേശിക്കുന്നത് മുക്കാൽ മേസ്തിരിയൊക്കെ മുഴുമേസ്തിരിയായിട്ട് വിടും, അരമേസ്തിരി തൊട്ടുള്ളതെല്ലാം മുഴുമേസ്തിരിയായിട്ട് അങ്ങോട്ട് വിട്ടിട്ട് ഈ ഒരു മേസ്തിരിയുടെ ശമ്പളത്തിൽ നിന്ന് ഒരു 150 രൂപയും മൈക്കാടിൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു 100 രൂപയും കമ്മീഷൻ പിടിക്കത്തക്ക രീതിയിൽ 10-15 ആളുകളെ കൊണ്ടുവിടും. അങ്ങനെ ആളുകളെ സപ്ലൈ ചെയ്യുന്നവർക്ക് 10-100 പേര് സ്റ്റാഫ് കൈ കാണും. ഈ 100 പേരിൽ ഈ അരയൊക്കെ മുഴുമേസ്തിരിയായിട്ട് വിട്ടിട്ട് ഈ അരയ്ക്കൊക്കെ മൈക്കാടിൻ്റെ ശമ്പളമേ കൊടുക്കുകയുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ 100 പേർക്ക് 100 രൂപ വെച്ച് കിട്ടിയാലും 10,000 രൂപ ഡെയിലി ഈ സപ്ലൈ ചെയ്യുന്ന ആൾക്ക് കിട്ടും. അത് ബുധനാഴ്ചയും ശനിയാഴ്ചയായിട്ട് ആ പൈസ അങ്ങ് മേടിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിന് കിട്ടാനുള്ളത് കിട്ടും. പിന്നെ കൂടി വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് വാർക്കയുടെ തട്ടിൻ്റെ മുട്ടിൻ്റെയും ഒക്കെ ഒരു വാടകയും പിന്നെ അങ്ങനെയൊക്കെ അങ്ങോട്ട് മേടിച്ച് കഴിയുമ്പം സ്വാഭാവികമായിട്ട് എല്ലാ സൈറ്റിലും കൂടെ നോക്കുമ്പോൾ 10,000 രൂപ ഡെയിലി ഈ ലേബേഴ്സിനെ സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഈ കോൺട്രാക്റ്റ് എടുക്കുന്നവർക്ക് കിട്ടും. അപ്പോൾ അവർ നോക്കുമ്പോൾ പണി പിടിക്കാൻ വേണ്ടി 250 അല്ലെ 300. ഇത് സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഉടമസ്ഥൻ ഒരിക്കലും പണി തീർന്നു കഴിഞ്ഞാൽ ഇത് അളക്കാനും പോകുന്നില്ല. അവർ തച്ചെല്ലാം മേടിച്ചിട്ടുള്ളൂ. തച്ച് മേടിച്ചിട്ടുള്ളത് കൊണ്ട് അതിപ്പോൾ അളക്കേണ്ട കാര്യമില്ല എന്ന് ഉടമസ്ഥനും ചിന്തിക്കും. കോൺട്രാക്ടർക്ക് അറിയാം ഇത് അളക്കാൻ പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കാശ് പോകുന്നറിയാം, അതുകൊണ്ട് കോൺട്രാക്ടർ അളക്കുകയില്ല, ഞാൻ തച്ചെല്ലാം മേടിച്ചിട്ടുള്ളൂ എന്ന് ചോദിക്കും. അപ്പോൾ ഉടമസ്ഥൻ ഓർക്കും തച്ച് മാത്രം മേടിച്ചതുകൊണ്ട് വേറെ ഒന്നും സംഭവിച്ചില്ല. അപ്പം നല്ല പ്രൊഫഷണൽ പണിക്കാർ 1200 രൂപ നല്ല ശമ്പളത്തിന് നല്ല പ്രൊഫഷണൽ പണിക്കാരെ കിട്ടേണ്ട സാഹചര്യത്തിൽ അരയെ മുക്കാലിനെ എല്ലാം മേസ്തിരിയാണെന്നും പറഞ്ഞ് കയറ്റി വിട്ടിട്ട് സാധാരണഗതിയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ നല്ല 1-2 മേസ്തിരിമാരുണ്ടെങ്കിൽ 1-2 ഡ്യൂപ്ലിക്കേറ്റിനെയും കൂടെ എൻ്റെ കൂട്ടത്തിലൊക്കെ കയറ്റി വിട്ട് അരയും കാലും മുക്കാലും ഒക്കെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ അതൊക്കെ ആ കൂട്ടത്തിലങ്ങ് പടന്നോളും, അങ്ങ് കൈകാര്യം ചെയ്ത് പൊക്കോളും. ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ തൂക്കോ പ്ലംബിട്ട് തൂക്ക് നോക്കേണ്ടതോ അല്ലെങ്കിൽ മുഴക്കോല് പിടിച്ച് നോക്കേണ്ടതായ സാഹചര്യങ്ങളിലൊക്കെ ഒരുമാതിരിപ്പെട്ട ഉടമസ്ഥനൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയത്തുമില്ല. അങ്ങനെ അറിയാമെങ്കിൽ അവർ ഈ ലേബർ കൊട്ടേഷൻ ഒന്നും കൊടുക്കുകയില്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പം ഉടമസ്ഥൻ വിചാരിക്കുന്നത് ഞാൻ തച്ചല്ല കൊടുത്തുള്ളൂ, കോൺട്രാക്ടർ വിചാരിക്കുന്നത് ഞാൻ തച്ചല്ല മേടിച്ചുള്ളൂ. പക്ഷേ കോൺട്രാക്ടർക്ക് അറിയാം ഇത് അളക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ് 250-ലും 300-ലും ഒന്നും നിൽക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെയും പോകും. അവസാനം വന്നു കഴിയുമ്പം നിസ്സാര തുകയ്ക്ക് ചെയ്യിച്ചു എന്നൊരു വിശ്വാസം ഉടമസ്ഥന് വരുമെങ്കിലും കൊണ്ടുപോകൂ എന്നുള്ളത് കോൺട്രാക്ടറുടെ ഒരു പോളിസിയാണ്. 10 പേര് ദിവസം പണിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 15 പേര് പണിയുന്നുണ്ടെങ്കിൽ 1500 രൂപ മുതൽ 2000 രൂപ വരെ ഒരു സൈറ്റിൽ നിന്ന് അയാൾക്ക് കിട്ടും. അതാണ് അയാളുടെ ലാഭം. ഇനി ഇതിനെല്ലാം ഉപരിയായി എന്തുകൊണ്ട് റേറ്റ് കുറയുന്നു അല്ലെ കരാർ തുക കുറയുന്നു എന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇപ്പോൾ വർക്ക് വളരെ കുറവായതുകൊണ്ട് വർക്ക് കുറഞ്ഞു വന്നപ്പോൾ മത്സരം കൂടി വന്നു. അപ്പം വർക്ക് കുറഞ്ഞു വന്ന് മത്സരം കൂടി വന്നപ്പോൾ ഒരുവിധം പണിയെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള ഒരു റേറ്റ് കുറഞ്ഞപ്പം വളരെ ശ്രദ്ധയോടെ പണിയെടുത്ത് എണ്ണം കുറച്ച് അവർ നോക്കി നിന്ന് ചെയ്യിക്കുന്ന അവസ്ഥയിലേക്ക് അവർ മാറിയപ്പോൾ
കണ്ടമാനം ആളുകൾ നിൽക്കുന്നതുകൊണ്ടും അതിലൊന്നും അറിയത്തില്ലാത്തവർ പരമാവധി റേറ്റ് കുറച്ചങ്ങ് കൊടുത്തു. വരുന്നിടത്ത് ചെല്ലട്ടെ എന്ന ഒരു ചിന്തയിൽ നിൽക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് ഈ രീതിയിൽ ഇന്നത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പം ഇതെല്ലാം കൂടി ഇടിഞ്ഞ് മനുഷ്യൻ്റെ തലയിൽ വീഴാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ റേറ്റ് കുറയാൻ ഇതുപോലെ കാരണങ്ങൾ വന്നതുകൊണ്ടാണ് കുറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വർക്ക് കുറഞ്ഞതുകൊണ്ട് മത്സരം മുറുകി. അതിനകത്ത് നല്ല പോലെ വർക്ക് ചെയ്യുന്നവർ ഒന്നോ രണ്ടോ വർക്കിലേക്കോ അല്ലെ വർക്കില്ലാതെയൊക്കെ പലരും വർക്കുകൾ ഇതുപോലത്തെ മത്സരവായ്പ എടുക്കാതെ പുറകോട്ട് പോയി. കാരണം എടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തന്നെ പുതിയ ആളുകൾ കയറി വന്നിട്ട് ഒന്നോ രണ്ടോ കെട്ടിടങ്ങൾ പണിത് വിറ്റവരും ഒക്കെ ഈ മേഖലയിലോട്ടങ്ങ് ഉറച്ചു. അവർക്ക് ഒന്നും നോക്കണ്ടാത്തതുകൊണ്ട്, ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കേണ്ടാത്തത് കൊണ്ടും അവർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. അതുകൊണ്ട് ഭയങ്കരമായി റേറ്റ് കുറയുന്നു. പക്ഷേ ആത്യന്തികമായി ഈ കുറവെല്ലാം അവസാനം ഉടമസ്ഥൻ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.